أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي لا حول ولا قوة إلا بالله العلي العظيم. സൂറത്തുൽ മുൽക്ക് രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മളെന്നുള്ളത്. ഇന്ന് ആറാമത്തെ ആയത്ത് മുതൽ 13-ാമത്തെ ആയത്ത് വരെയാണ് എടുക്കാനുള്ളത്. ആറാമത്തെ ആയത്ത് വലില്ലദീന കഫറു ബി റബ്ബിഹിം അദാബു ജഹന്നമ വബിഇസൽ മസീർ. വലില്ലദീന കഫറു ബി റബ്ബിഹിം, റബ്ബിനെ നിഷേധിച്ചവർക്കുണ്ട് അദാബു ജഹന്നമ, നരകശിക്ഷ. വബിഇസൽ മസീർ, അവർ മടങ്ങിയെത്തുന്ന മടക്കസ്ഥലം വളരെ മോശമായിരിക്കുന്നു. അപ്പോൾ കഫറ എന്ന വാക്കിന്റെ അർത്ഥം നിഷേധിച്ചു എന്നാണ്. വലില്ലദീന കഫറു, നിഷേധിക്കുന്നവർ. ആരെ? അവിടെ തന്നെ പറഞ്ഞിട്ട് ബി റബ്ബിഹിം, റബ്ബിനെ നിഷേധിക്കുന്ന ആളുകൾ. അത് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ ഒരാളുമില്ല എന്ന്. ആ അള്ളാഹുവിനെ ആരാധിക്കാതെ നിഷേധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കാണ് കാഫിർ എന്ന് പറയാറുള്ളത്. കഫറ, നിഷേധിച്ചു. ഇവിടെ കഫറു ബി റബ്ബിഹിം, റബ്ബിനെ നിഷേധിക്കുന്ന ആളുകൾ. ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണുള്ളത്. അത് നിഷേധിച്ചുകൊണ്ട് വേറെ ആരെങ്കിലും ആരാധിക്കുകയോ അള്ളാഹുവിനെ നിഷേധിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവനെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് കാഫിറാണ് എന്നുള്ളതാണ്. അപ്പോൾ വലില്ലദീന കഫറു ബി റബ്ബിഹിം, റബ്ബിനെ നിഷേധിക്കുന്ന ആളുകൾ. അള്ളാഹുവിൻ്റെ റുബൂബിയത്ത്, റബ്ബാണ് എന്നുള്ള കാര്യം, നമ്മളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹുവാണ് എന്നുള്ളതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവർക്ക് അദാബു ജഹന്നമ, നരകശിക്ഷയുണ്ട് എന്നതാണ്. തൊട്ടു മുമ്പത്തെ ആയത്തിൽ ആഴ്ത്തതിനാലഹും അദാബ സഈർ എന്നാണ്. അള്ളാഹുവിൻ്റെ കാര്യങ്ങളെ ഒളിഞ്ഞു കേൾക്കുന്ന പിശാചിനെ ആഴ്ത്തതിനാലഹും, അവർക്ക് നാം ഒരുക്കി വെച്ചിട്ടുണ്ട് അദാബ സഈർ, കത്തിജ്വലിക്കുന്ന നരകശിക്ഷ എന്ന് പറഞ്ഞു. പിന്നെ ആർക്കുണ്ട്? വലില്ലദീന കഫറു ബി റബ്ബിഹിം, ഈ ആയത്തതിൻ്റെ ബാക്കി. റബ്ബിനെ നിഷേധിക്കുന്നവർക്കുണ്ട് അദാബു ജഹന്നമ, നരകശിക്ഷയുണ്ട്. വബിഇസൽ മസീർ, അവർ ചെന്നെത്തുന്ന കേന്ദ്രം വളരെ മോശമായിരിക്കുന്നു. സാറ സഞ്ചരിച്ചു. മസീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നെത്തുന്ന കേന്ദ്രം, അടക്കസ്ഥലം എന്നാണ്. അപ്പോൾ എവിടേക്കാണോ നമ്മൾ ചെന്നെത്തുന്നത്? ഈ നിഷേധിക്കുന്ന ആളുകൾ ഈ ഐഹിക ജീവിതം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ജീവിതം ഖബർ ജീവിതവും അതിനുശേഷം പുനർജീവിതത്തിന് ശേഷം മഹ്ശറ ലോകത്തെ വിചാരണയും കഴിഞ്ഞ് വിശ്വാസികൾ സ്വർഗത്തിലേക്ക് എത്തിയും അവിശ്വാസികൾ, ഈ പറഞ്ഞ അള്ളാഹുവിനെ നിഷേധിച്ച ആളുകൾ, അവർ നരകത്തിലേക്ക് എത്തും. എത്തിച്ചേരുന്ന ആ സ്ഥലം ബിഇസാറിന് വളരെ മോശമായിരിക്കുന്നു എന്നാണ്. അപ്പോൾ വലില്ലദീന കഫറു ബി റബ്ബിഹിം, റബ്ബിനെ നിഷേധിക്കുന്നവർക്കുണ്ട് അദാബു ജഹന്നമ, നരകശിക്ഷയുണ്ട്. ഓ ബിഇസൽ മസീർ, അവർ ചെന്നെത്തുന്ന കേന്ദ്രം വളരെ മോശമായിരിക്കുന്നു എന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നരകശിക്ഷ, റബ്ബിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് നരകശിക്ഷ കൊടുക്കുന്നത്? ആ അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചത്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തവൻ ആ അള്ളാഹുവാണ്. അവരെ വളർത്തിയെടുത്തത് ആ അള്ളാഹുവാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹുവാണ്. ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തതോടു കൂടെ തന്നെ ആ അള്ളാഹുവിനെ ആരാധിക്കാൻ തയ്യാറാവാതെ നിഷേധിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് ആ തിരിച്ചറിവ് ലഭിക്കുമ്പോൾ അള്ളാഹുവാണ് ആരാധനക്കർഹൻ, അല്ലാത്ത ദൈവങ്ങളെ ആരാധിച്ചത് ശരിയായില്ല എന്ന് തിരിച്ചറിവ് വരുന്ന സമയത്ത് അവർക്ക് ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. വളരെയധികം ഖേദം അനുഭവപ്പെടും. പക്ഷെ അപ്പോഴേക്കണം അതിൻ്റെ സമയം കഴിഞ്ഞു പോയി. അവരുടെ മടക്ക സ്ഥലം അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് നരകമായിരിക്കും. അതാണ് ബലില്ലദീന കഫറു ബി റബ്ബിഹിം, റബ്ബിനെ നിഷേധിക്കുന്നവർക്കുണ്ട് അദാബു ജഹന്നമ, നരകശിക്ഷയുണ്ട്. വബിഇസൽ മസീർ, അവർ ചെന്നെത്തുന്ന സ്ഥലം, അവരുടെ മടക്ക സ്ഥലം വളരെ മോശമായിരിക്കുന്നു എന്നുള്ളത്. ഇദാ ഉൽഖൂ ഫീഹ, ആ നരകത്തിലേക്ക് അവർ ഇടപെട്ട് കഴിഞ്ഞാൽ, എറിയപ്പെട്ട് കഴിഞ്ഞാൽ, അൽഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക എന്നുള്ള അർത്ഥത്തിലാണ്. ഉൽഖിയ പറഞ്ഞു കഴിഞ്ഞാൽ എറിയപ്പെടുക എന്നർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മലക്കുകൾ ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിയും. ആ കൊണ്ടുപോയി എറിയപ്പെടുന്ന സമയത്ത്, ഇതാ ഉൽഖൂ ഫീഹ, നരകത്തിലേക്ക് എറിയപ്പെടുന്ന സമയത്ത്, സമിഉ ലഹ ഷഹീഖൻ, ആ നരകത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കാം.
സൗത്തൻ ഷഹീഖൻ എന്നുള്ളതിൻ്റെ അർത്ഥം അവിടെ തഫ്സീർ വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത് സൗത്തൻ മുൻകറൻ എന്നാണ്. ഒരു ഇഷ്ടമില്ലാത്ത ശബ്ദം. സൗത്തിൽ ഹൈമാരി, കഴുതയുടെ ശബ്ദം പോലോത്ത അസഹനീയമായ വലിയ ഒരു ശബ്ദം കേൾക്കാം എന്നുള്ളത്. സൗത്തൻ മുങ്കറൻ, അനിഷ്ടകരമായ ഒരു ശബ്ദം കേൾക്കാം എന്നുള്ളത്. ഏതവസ്ഥയിൽ? വഹിയ, ആ നരകം, തഫൂറു, തീ ആളിക്കത്തിക്കൊണ്ടിരിക്കും എന്നാണ് അവിടെ ജലാലിന് വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്. തകലി എന്നാണ്. തകലി എന്ന് പറഞ്ഞാൽ ഖലിയുൽ മിർജൽ എന്ന് പറയും. ചട്ടിയിലൊക്കെ വെള്ളം കടന്ന് തിളക്കുന്നതിനാണ് ഖലിയ് എന്ന് ഉപയോഗിക്കാറുള്ളത്. അത് തീയ് അങ്ങനെ തിളക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ജ്വലിച്ച് വെട്ടിജ്വലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫാറ യഫൂറു എന്നുള്ള തഫൂറു എന്ന് ഉപയോഗിക്കും. അപ്പോൾ ഓരോ അവിശ്വാസികളെയും കൊണ്ടുപോയി നരകത്തിലെറിയുന്ന സമയത്ത് അതിനൊരു ശബ്ദം ഉണ്ടാവുകയും ചെയ്യും. വഹിയ തഫൂർ, അത് നന്നായി ജ്വലിക്കുകയും ചെയ്യും, ആളി കത്തുകയും ചെയ്യും എന്നാണ്. ഓരോന്നിട്ട് പോകുന്ന സമയത്ത് നരകം അണഞ്ഞു പോകുമെന്നല്ല, അത് ആളി കത്തുകയും ചെയ്യും എന്നാണ്. ഇവിടെ സൗത്തൻ ഷഹീഖൻ എന്നുള്ളതിൻ്റെ അർത്ഥം സൗത്തൻ മുങ്കർ, അനിഷ്ടകരമായ ഒരു ശബ്ദം എന്നാണ്. സൗത്തിൽ ഹൈമാരി, കഴുതയുടെ ശബ്ദം പോലെ എന്നുള്ളത്. തഫ്സീർ ജലാലൈനി അവിടെ ഒരു വ്യാഖ്യാനം പറഞ്ഞ് അവിടെ നിർത്തിക്കാണ്. അപ്പോൾ ഇതാ ഉൽഖൂ ഫീഹ, നരകത്തിൽ ജഹന്നമിലേക്ക് എറിയപ്പെട്ട് കഴിഞ്ഞാൽ, സമീഉ ലഹ, ആ നരകത്തിന് കേൾക്കാം, ഷഹീഖൻ, ഒരു ശബ്ദം, അതിൽ വലിയ ഒരു ശബ്ദം ഉണ്ടാവും എന്നർത്ഥം. നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഈ ശബ്ദത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. നല്ല മാധുര്യമാർന്ന ശബ്ദങ്ങളും ഉണ്ടാവും, അതേസമയം പിന്നെ അസഹ്യമായ ശബ്ദങ്ങളും ഉണ്ടാകും. ഖുർആൻ തന്നെ ഇന്ന അങ്കറൽ അസ്വാതി ലസൗത്തുൽ ഹമീർ എന്നാണ്. ഒരിക്കലും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ശബ്ദത്തിന് ഉദാഹരണം പറഞ്ഞത് കഴുതയുടെ ശബ്ദം പോലെ എന്നുള്ളതാണ്. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറ് അങ്ങനെ തന്നെയാണ്. പാട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ കഴുതരാഗാണോ പാടിയത് എന്ന് ചോദിക്കും. കാരണം അതിനൊരു മധുരം ഇല്ല, അല്ലെങ്കിൽ ഈണം ശരിയല്ല എന്നുള്ള അർത്ഥത്തിൽ, അസഹ്യമാണ് എന്നുള്ള മറ്റൊരു ഭാഷ. അങ്ങനത്തെ സൗത്തും മുങ്കർ, അനിഷ്ടകരമായ ഒരു ശബ്ദം കേൾക്കുന്നതാണ്, അതാണ് ഷഹീഖ് എന്നുള്ളത് അർത്ഥം. അതാണ് തഫ്സീർ അവിടെ പറയുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ പിന്നെ തഫ്സീർ ഖുർത്തുബിയിൽ അവിടെ രണ്ട് തരം വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. സമീഉലഹ ഷഹീഖൻ എന്ന് പറഞ്ഞ ഐ സൗത്തൻ, ഒരു ശബ്ദം കേൾക്കാം എന്നുള്ളത്. ഖുർത്തുബി ഇമാം അവിടെ തഫ്സീർ ഖുർത്തുബിയിൽ വരുന്നതാണ്. ഖാല ഇബ്നു അബ്ബാസ്, അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഷ്ഷഹീഖു ലി ജഹന്നമ ഇന്ദ ഇൽഖാഇൽ കുഫാരി ഫിഹ. അഷഹീഖു, ഈ വലിയ ശബ്ദം വരുന്നത്, ലി ജഹന്നമ, നരകത്തിൽ നിന്നാണ്, ഇന്ദ ഇൽഖാൽ കുഫാരി ഫിഹ, കാഫിര്യങ്ങളെ അതിലേക്ക് എറിയുന്ന സമയത്ത്. അതായത് കാഫിര്യങ്ങളുടെ ശരീരം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് നരകം അതിനൊരു ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ്, ഉണ്ടാകുന്നതാണ് എന്നാണ്. തഷ്ഹഖു ഇലൈഹിം ഷഹ്ഖത്തൽ ബഗ്ലത്തിൽ ഷഈരി എന്നാണ്. കഴുത ഭക്ഷണത്തിന് കരയുന്നത് പോലത്തെ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ്. ഷൈർ എന്ന് പറഞ്ഞാൽ ബാർലി എന്നൊക്കെയാണ്. അപ്പോൾ ബഗ്ലത്ത്, കഴുത, കോവർ കഴുത എന്നൊക്കെയാണ് ബഗ്ലത്തിന് പറയാറുള്ളത്. അത് ഭക്ഷണം കഴിക്കാൻ ആവശ്യമുണ്ടാകുന്ന സമയത്ത് പുറപ്പെടുവിക്കുന്ന ശബ്ദം പോലത്തെ ഒരു ശബ്ദം. അതൊരു വ്യാഖ്യാനമാണ് കൊടുത്തിട്ടുള്ളത്. വക്കീൽ രണ്ടാമത്തെ ഒരു പ്രവർത്തനം, അഷഹീഖു മിനൽ കുഫാരി, വലിച്ചെറിയപ്പെടുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് ഒരു ശബ്ദം ഉണ്ടാവും. ഇന്ത ഇൽഖായും ഫിന്നാരി, നരകത്തിൽ എറിയപ്പെടുന്ന സമയത്ത്. അത്താ റളിയല്ലാഹു അൻഹു പറഞ്ഞ വ്യാഖ്യാനമാണ് അത്. അത് രണ്ടും എടുത്ത് പറഞ്ഞത് എന്താണെന്ന് കഴിഞ്ഞാൽ, ചിലതൊക്കെ നമ്മൾ രണ്ട് വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിൽ, രണ്ടിനും സാധ്യതകൾ ഉണ്ടെങ്കിൽ, അതിൽ നിന്ന് അത് നമുക്ക് ആശയം ഒന്നുകൂടി മനസ്സിലാകും. അപ്പോൾ വലിച്ചെറിയപ്പെടുന്ന ശരീരങ്ങൾ, ഇപ്പം ഓരോരുത്തരുടെയും ഓരോ നിഷേധികളുടെയും ശരീരങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് അതിൻ്റെ ആ ആളിക്കത്തൽ കൂടും. വഹിയ തഫൂർ, നരകം ആളിക്കത്തുന്നത് കാണുമ്പോൾ വേദനയാൽ നമ്മളുടെ ഭാഗത്തു നിന്ന് എറിയപ്പെടുന്ന നിഷേധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശബ്ദമാണ് എന്നൊരഭിപ്രായവും അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന്. അത്രക്കും വലിയ അതിശക്തമായ ചൂടുള്ള നരകത്തിലേക്ക് അതിങ്ങനെ ഓരോ ശരീരങ്ങളും അതിലേക്ക് എത്തുന്ന സമയത്ത് ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ നിന്ന് എറിയപ്പെടുന്ന സമയത്ത് ശബ്ദം പുറത്തു വരും എന്നുള്ളത്. അപ്പോൾ ഇബ്നു അബ്ബാസ് അള്ളാഹു പറഞ്ഞ അഭിപ്രായമാണ് തഫ്സീർ ജലാലൈനിയുടെ അടുത്തെടുത്തുള്ളത്. സൗത്തൻ മുങ്കറൻ സൗത്തിൽ ഹൈമാരി എന്ന്, കഴുതയുടെ ശബ്ദം പോലത്തെ അനിഷ്ടകരമായ ഒരു ശബ്ദം കേൾക്കുന്നതാണ്. ആ തക്കാത് തമയ്യസു മിനൽ ഗൈളി
കുല്ലമാ ഉൽക്കിയ ഫീഹ ഫൗജും സഅലഹും ഖസനതുഹ അലം യതികും നദീർ. തക്കാതു, കാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രവൃത്തിയുടെ കാര്യത്തിൽ അത് ചെയ്യാൻ അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് കാത ഉപയോഗിക്കാറുള്ളത്. കാത അടുത്തിരിക്കുന്നു, കാതയ്ക്ക് ശേഷം വരുന്ന പ്രവൃത്തി എന്താണ്, ഏത് ഫേലാണോ വരുന്നത് അത് സംഭവിക്കാൻ അടുത്തിരിക്കുന്നു എന്നാണ്. ഖാദ അയ്യറിബ അടിക്കാൻ അടുത്തിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ തക്കാതു തമയ്യസു, പൊട്ടിപ്പിളർന്നു പോകാൻ അടുത്തിരിക്കുന്നു. മിനൽ ഗൈള്, ദേഷ്യം കാരണത്താൽ. ഗൈള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഗളബൻ, ദേഷ്യം കാരണത്താൽ പൊട്ടിപ്പിളർന്നു പോകാൻ അടുത്തിരിക്കുന്നു. ഈ തമയ്യസു എന്ന് പറഞ്ഞിടത്ത് അവിടെ ജലാലിനി വ്യാഖ്യാനം ഖുരിഅ തതമയ്യസൂൻ, ഒരു ഖിറാഅത്തിൽ തതമയ്യസു എന്നും വന്നിട്ടുണ്ട്. ഖുർആനിൽ പാരായണം ചെയ്യപ്പെട്ടിട്ടുണ്ട് തതമയ്യസു എന്നുള്ളതും. അലൽ അസ്ലി, അസ്ലിന്റെ മേലിൽ, അതായത് ശരിക്കും അവിടെ ഫീല് വരിക തതമയ്യസു എന്നാണ്. രണ്ട് താ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഒരു താവിനെ കളയപ്പെടുന്നതാണ്. അതാണ് തക്കാതു തമയ്യസു എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ അസ്ല് തതമയ്യസു ആയതുകൊണ്ട് അങ്ങനെയും ഖിറാഅത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ അർത്ഥമാണ് തത്തക്കത്താവു, പൊട്ടിപ്പിളർന്നു പോവുക, മുറിഞ്ഞു പോവുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ദേഷ്യം കാരണം പൊട്ടിപ്പിളർന്നു പോകാൻ അടുത്തിട്ടുണ്ട് ആ നരകം. എന്താണ് ഗളബൻ അലൽ കാഫിരി, കാഫിറിനോടുള്ള ദേഷ്യം. നരകത്തിലേക്ക് ഓരോ കാഫിറിനെയും കൊണ്ടുപോയിടുന്ന സമയത്ത് അതിന് ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ്. വഹിയ തഫൂർ, അത് ആളിക്കത്തുന്നതാണ്. മാത്രമല്ല അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകളാണ് ഓരോരുത്തരും നരകത്തിലേക്ക്, അള്ളാഹുവിനെ നിഷേധിച്ച ആളുകളാണ് ഓരോരുത്തരും എറിയപ്പെടുന്നത്. അവരോടുള്ള ദേഷ്യം കാരണമായിട്ട് ആ നരകം തന്നെ പൊട്ടിപ്പിളർന്നു പോകാൻ അടുത്തിരിക്കുന്നു എന്നാണ്. മറ്റൊരവസ്ഥ ആ സമയത്തുള്ളത് വിശദീകരിക്കാണ്. കുല്ലമാ ഉൽഖിയ ഫീഹ ഫൗജും സഅലഹും ഖസനതുഹ അലം യതികും നദീർ. ശരിക്കും നടക്കുന്ന ഈ ഭാഗത്തുള്ള ആയത്തുകൾ അത് ഒരു പ്രത്യേക അവസ്ഥയാണ് വിശദീകരിക്കുന്നത്. വലില്ലദീന കഫറു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നിഷേധികൾക്ക് നരകമുണ്ട്. ആ നരകം തന്നെ അവരെ എറിയപ്പെടുന്ന സമയത്ത് ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്. അതാ സമയത്ത് ആളി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തത്കാതു തമയ്യസു മിനൽ ഗൈദ്, ദേഷ്യം കാരണം അത് പൊട്ടിപ്പിളർന്നു പോകാൻ അടുത്തിരിക്കുന്നു. പൊട്ടിപ്പിളർന്നു പോയി എന്നല്ല, കാത സംഭവിക്കാൻ അടുത്തിരിക്കുന്നു എന്നതാണ് കാത ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ തക്കാതു തമയ്യസു മിനൽ ഗൈദ് ഗളബൻ അലൽ കാഫിരി എന്നവിടെ വ്യാഖ്യാനം. കാഫിറിനോടുള്ള ദേഷ്യം കാരണം അത് പൊട്ടിപ്പിളർന്നു പോകാൻ അടുത്തിരിക്കുന്നു. കുല്ലമാ ഉൽഖിയ ഫീഹ ഫൗജുൻ സഅലഹും ഖസനതുഹ അലം യതികും നദീർ. അത് ആ രംഗം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ഈ രണ്ട് മൂന്ന് അവസ്ഥയോട് കൂടെ പിന്നെ അടുത്തൊരു രംഗം, ഓരോ സംഘം നിഷേധികളെയും കൊണ്ടുപോയി നരകത്തിലെറിയുന്ന സമയത്ത് അതിൻ്റെ കാവൽക്കാരായിരിക്കുന്ന മലക്കുകൾ ചോദിക്കുന്ന ചോദ്യം അലം യതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൊന്നും വന്നിട്ടില്ലേ എന്നുള്ളത്. അപ്പോൾ കുല്ലമ ഇങ്ങനെ ചെയ്യുമ്പോഴെല്ലാം എന്നുള്ളതിനാണ് ഉപയോഗിക്കാറ്. കുല്ലമ ഉൽക്കിയ, എറിയപ്പെടുമ്പോഴെല്ലാം, ഫിഹ ആ നരകത്തിൽ, ഫൗജുൻ ഒരു സംഘം, ഫൗജിന്റെ അർത്ഥം ജമാഅത്തുൻ ഒരു സംഘം, ജമാഅത്തു മിൻഹും നിഷേധികളിൽ നിന്നുള്ള ഒരു ഓരോ സംഘത്തെ എറിയപ്പെടുമ്പോഴെല്ലാം സഅലഹും ആ സംഘത്തോട് ചോദിക്കുന്നതാണ് ഖസനതുഹ നരകത്തിന്റെ കാവൽക്കാരായിരിക്കുന്ന മലക്കുകൾ സുആലു തൗബീഖിൻ, അവരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യം. എന്താ ചോദ്യം? അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ? നദീർ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പുകാരൻ. അലം യഅതികും നിങ്ങൾക്ക് വന്നിട്ടില്ലേ? നദീർ മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ? അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചും പറഞ്ഞു തരുന്ന, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറഞ്ഞു തരുന്ന, നിങ്ങളൊക്കെ ഹിദായത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലേ എന്ന്. അവിടെ ജലാലിന് അത് വ്യാഖ്യാനം കൊടുക്കുന്നു. റസൂലുൻ യുന്തിറുക്കും, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ദൂതൻ, അള്ളാഹുവിൻ്റെ ദൂതൻ വന്നിട്ടില്ലേ? റസൂൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ദൂതൻ എന്നുള്ളതാണ്. അപ്പോൾ റസൂലുൻ യുന്തിറുക്കും, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ദൂതൻ വന്നിട്ടില്ലേ? എന്തിനെ തൊട്ട് മുന്നറിയിപ്പ്? അദാബ് അല്ലാഹി തആല, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച്. ഇതുപോലെ നിഷേധിച്ചു കഴിഞ്ഞാൽ നരകശിക്ഷയിൽ പോയി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും, അത് ആളിക്കത്തുന്നതാണ്, അത് നിങ്ങളെറിയുന്ന സമയത്ത് ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ് എന്നൊക്കെ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്ന് പറഞ്ഞു തന്നിട്ടില്ലേ എന്ന് ചോദിക്കും എന്ന്. നദീർ എന്നുള്ളതിന്
പിന്നെ പല ചില ഒന്നാമത്തെ വ്യാഖ്യാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നുണ്ടെങ്കിൽ വേറെയും പല മുന്നറിയിപ്പുകളും ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ അങ്ങനെ കടന്നു വന്നിട്ടുണ്ടാകും. അതൊക്കെ അതിൽ പെടും എന്ന് വ്യാഖ്യാനം പറഞ്ഞ മുഫസ്സിരീങ്ങളും ഉണ്ട്. ഒന്നാമത് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അലം യഅതികും നദീർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വന്നില്ലേ, ഈ നരക ജീവിതത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയില്ലേ എന്നുള്ള ചോദ്യമാണ്. പിന്നെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് പോലെ തന്നെയാണ് പരിശുദ്ധ ഖുർആന്റെ മുന്നറിയിപ്പുകൾ. അതൊരു മുന്നറിയിപ്പാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യിലൂടെ അവതരിച്ചതിന് ശേഷം ഇന്ന് നമുക്കൊക്കെ മുമ്പിലുള്ള ഇസ്ലാമിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യം വിട്ടേക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഒന്ന് എന്നാണ് ഈ പരിശുദ്ധ ഖുർആനെ കുറിച്ചാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു തരുന്ന, എന്തെല്ലാമാണ് സൂക്ഷിക്കേണ്ടത്, എന്തെല്ലാം വിശ്വസിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ, ജീവിതത്തിൻ്റെ മാർഗങ്ങളും വിശ്വാസപരമായ കാര്യങ്ങളും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സന്തോഷ വാർത്തകളും മുന്നറിയിപ്പുകളൊക്കെ അടങ്ങിയ പരിശുദ്ധ ഖുർആൻ അത് വന്നിട്ടുണ്ട്. അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക, അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അപ്പോൾ തെറ്റ് ചെയ്യപ്പെട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഖുർആന് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതിരുന്നാൽ നമ്മളൊക്കെ വീഴ്ചക്കാരായി മാറുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പഠിക്കാൻ വന്ന ആളുകളാണ് നമ്മൾ. എത്രയോ ആളുകൾ ഇതിനൊക്കെ അവസരം ഉണ്ടായിട്ടും മാറി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ നദീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിശാല അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആന് പെടുന്നതാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അഷെയ്ബ്, വാർദ്ധക്യം അല്ലെങ്കിൽ നിര വന്ന് പാടുക. ഷെയ്ബ് എന്നുള്ളതിൻ്റെ പിന്നെ വാക്കർത്ഥം നിര എന്നുള്ളതാണ്. നിര എപ്പോഴാണ് വരാറുള്ളത്? വാർദ്ധക്യത്തിലെത്തുന്നതിൻ്റെ ആദ്യ സൂചനകളാണ്. കറുത്ത മുടിയിൽ നിന്ന് ഓരോന്ന് നരച്ചു തുടങ്ങുന്ന സമയം. ആ ഓരോന്ന് വരുന്ന സമയത്തും ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾ കഴിഞ്ഞു, ബാക്കി കാലങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ്. അതൊരു മുന്നറിയിപ്പാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള, ദുന്യാവിൽ നിന്ന് വല്ലാതെ വേരുറച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ആഖിറത്തിൻ്റെ കാര്യങ്ങൾ ഒരുങ്ങാനുള്ള ഒരു മുന്നറിയിപ്പാണ്. അത് വന്നിട്ടില്ലേ? മൗത്തുൽ അഖാരിബ്, അടുത്ത കുടുംബക്കാരൊക്കെ വേർപിരിഞ്ഞ് മരണപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മളുടെയും മരണത്തെക്കുറിച്ച് ആലോചിക്കാൻ, മരണശേഷത്തേക്ക് എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് നോക്കാനുള്ള മുന്നറിയിപ്പാണ്. അൽ മസായിബ്, ഓരോ മുസീബത്തുകൾ വന്നു ചേരുന്നത് മുന്നറിയിപ്പാണ്. പലതും നമ്മളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അത് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ളത്. ഈ പറഞ്ഞ വ്യാഖ്യാനങ്ങൾ, ഈ പറഞ്ഞ ഖുർആനിന് പിന്നെ ഷെയ്ബ് നിര, അതുപോലെ തന്നെ മൗത്തുൽ അഖാരിബ് എന്നുള്ളതും തഫ്സീർ ജലാലിനിയല്ല, മറ്റൊരു തഫ്സീറിൽ നിന്ന് എടുത്തു വെച്ചത്. ഖാലു ബല ഖദ് ജാഅനാ നദീർ, അങ്ങനെ മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ആളുകളോട് അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖാലു, അവർ മറുപടി പറയുന്നതാണ് ബല, അതെ ഞങ്ങൾക്ക് വന്നിരിക്കുന്നു. ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരിക്കുന്നു. ഫകദ്ദബ്ന, അവരെ നാം കളവാക്കി. വഖുൽന, നാം പറയുകയും ചെയ്തു, മാ നസ്സലല്ലാഹു മിൻ ഷൈ, അള്ളാഹു ഒന്നും അവതരിപ്പിച്ചിട്ടില്ല, ഒന്നും ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് കാര്യം കിടക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നുകൊണ്ട് പിന്നെ പരിശുദ്ധ ദീൻ എത്തിച്ചു തന്നു. അടുത്ത തലമുറക്ക് പരിശുദ്ധ ഖുർആനായിട്ട് കൈമാറിപ്പോയി, പരിശുദ്ധ ഹദീസുകളായി കൈമാറിയിട്ടുണ്ട്. ഖുർആനും ഹദീസുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഹദീസും ഖുർആനും അനുസരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിക്കുകയും അത് കണ്ട് പഠിച്ച സ്വഹാബാക്കളെയും അടുത്ത തലമുറയ്ക്ക് കൈമാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഖുർആനും ഹദീസും മുറുകെ പിടിക്കുന്ന സമയത്ത് സച്ചരിതരായിരിക്കുന്ന സ്വഹാബാക്കളുടെ മാർഗം മുറുകെ പിടിക്കുമ്പോൾ നേരായ മാർഗത്തിൽ ഇങ്ങനെ പോകും. പക്ഷേ അത് സ്വീകരിക്കുന്നതിന് പകരം അവരെന്താ ചെയ്തത്? ബല ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നു. ഫകദ്ദബ്ന, ആ മുന്നറിയിപ്പുകാരെ നാം കളവാക്കി. കദ്ദബ, കളവാക്കി എന്നർത്ഥം. വഖുൽന, നാം പറയുകയും ചെയ്തു, മാ നസ്സലല്ലാഹ്, അള്ളാഹു ഇറക്കിയിട്ടില്ല. നസ്സല ഇറക്കുക. മാ നസ്സല അല്ലാഹു മിൻ ഷൈൻ, അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല. അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ ഈ പറയുന്നതൊക്കെ കളവാണ് ഇത് തോന്നിപ്പിക്കുന്ന വർത്തമാനങ്ങൾ അവരോട് പറയുകയും ചെയ്തു. മാ നസ്സല അല്ലാഹു മിൻ ഷൈൻ ഇൻ അന്തും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. ആ സമയത്ത് പറയുന്നതാണ്, ഇൻ അന്തും, നിങ്ങളല്ല, ഇല്ലാ ഫീ ളലാലിൻ കബീർ, വലിയ വഴികേടിലല്ലാതെയല്ല എന്ന്.
അതായത് ഈ പറയുന്ന വാക്ക് ഇൻ അന്തും ഇല്ലാഫി ദലാലിൻ കബീർ എന്നുള്ളത് രണ്ട് വ്യാഖ്യാന സാധ്യത കിടക്കുന്നുണ്ട്. ചില ഇനി രണ്ടും എടുത്തു വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് വ്യാഖ്യാനം അതാ യഹ്തമിലു അൻ യകൂന മിൻ കലാമിൽ മലായികത്തി, മലക്കുകളുടെ കലാം പറഞ്ഞ വർത്തമാനം മലക്കുകളുടെ കലാമിൽ പെട്ടത് ആവാൻ സാധ്യതയുണ്ട്. യഹ്തമല യഹ്തമിലു, യഹ്തമല യഹ്തമിലു സാധ്യതയുണ്ട് എന്നർത്ഥം. അയ്യക്കൂന ഈ വർത്തമാനമാവാൻ മിൻ കലാമിൽ മലായിക്കത്തി, മലക്കിൻ്റെ കലാം സംസാരത്തിൽ. ആരോടിലിൽ കുഫാരി നിഷേധികളോട് പറഞ്ഞ വർത്താനം. ഹീന ഉഖ്ബിറു ബി തക്ദീബി, അവർ കളവാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ വിവരം പറഞ്ഞപ്പോൾ, ഹീന ഉഖ്ബിറു അവരെ അറിയിച്ചു കൊടുത്തപ്പോൾ ബി തക്ദീബി കളവാക്കി, ഞങ്ങൾ ആ റസൂലിനെ കളവാക്കി എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ മലക്കുകൾ പറയാണ്, അപ്പോൾ അങ്ങനെ നിങ്ങൾ പറഞ്ഞു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കളവാക്കുകയും ഞങ്ങൾക്കൊന്നും ഇറക്കിയിട്ടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ അന്തും ഇല്ലാ ഫി ളലാലിൻ കബീർ, തീർച്ചയായിട്ടും നിങ്ങളല്ല ഇല്ലാ ഫി ളലാലിൻ കബീർ, വലിയ വഴികേടിലല്ലാതെ. ലലാൽ എന്ന് പറഞ്ഞാൽ വഴിവിടക്കൽ, ആ വഴികേടിലാണ് നിങ്ങളുള്ളത് എന്ന്. അപ്പോൾ ഇൻ അന്തും നിങ്ങളല്ല ഇല്ലാ ഫി ളലാലിൻ കബീരിൻ, കബീർ എന്ന് പറഞ്ഞാൽ വലിയ, ലലാൽ എന്ന് പറഞ്ഞാൽ പിഴക്കൽ. അപ്പോൾ നിങ്ങൾ വലിയ വഴികേടിലല്ലാതെ മറ്റൊന്നിലുമല്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ വലിയ വഴികേടിലാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ആ പറയലോടുകൂടെ സത്യവുമായിട്ട് വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുന്നവരോടുകൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആനെ നിഷേധിക്കുന്നതിലൂടെ നിങ്ങൾ വലിയ വഴികേടിലാണ് പോയിപ്പെട്ടിരിക്കുന്നത് എന്ന് അറിയാം. അപ്പോൾ ഇൻ അന്തും എന്നുള്ളത് മലക്കുകളുടെ വർത്തമാനം, ഇവരോട് മറുപടിയായിട്ട്. അവർ ബല ഖദ് ജാഅനാ നദീർ, അതെ ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നു എന്ന് പറഞ്ഞു. അതിന് മറുപടിയാണ് ഇൻ അന്തും ഇല്ലാ ഫി ളലാലിൻ, ആ റസൂലിനെ നിങ്ങൾ നിഷേധിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ വഴികേടിൽ പെട്ടുപോയിട്ടുണ്ട്. ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാ നഫീയുടെ അർത്ഥമാണ് വരുന്നത്. മാ അന്തും നിങ്ങളല്ല ഇല്ലാ ഫി ളലാലിൻ കബീർ, വലിയ വഴികേടിലല്ലാതെ മറ്റൊന്നിലുമല്ല. അതായത് അർത്ഥം വരിക പിന്നെ നിങ്ങൾ വലിയ വഴികേടിലായിപ്പോയി അതിലൂടെ. എന്നാൽ രണ്ടാമതൊരു സാധ്യതയുണ്ട്, വേഹ്തമിൽ സാധ്യതയുണ്ട് അയ്യക്കൂന മിൻ കലാമിൽ കുഫാരി, കുഫാറിൻ്റെ കലാമിൽപ്പെട്ടതാവാനും സാധ്യതയുണ്ട്. ഏ പിന്നെ വഖുൽന മാ നസ്സലല്ലാഹു മിൻ ഷൈ, അള്ളാഹു ഞങ്ങൾക്കൊന്നും ഇറക്കിയിട്ടില്ല. ഇൻ അന്തും ആ അയക്കപ്പെട്ട പ്രവാചകന്മാരോട് പറയണം, ഇൻ അന്തും നിങ്ങളല്ല ഇല്ലാ ഫി ളലാലിൻ കബീർ, വലിയ വഴികേടിലല്ലാതെ മറ്റൊന്നിലുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ തന്നെ പിന്നെ നബിതങ്ങൾ പരിശുദ്ധ ഇസ്ലാമയിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, എന്ത് നിങ്ങൾക്ക് വഴിപിഴച്ചു പോയി, നിങ്ങൾ മതം മാറിപ്പോയിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളെ വിഗ്രഹങ്ങളെ നിഷേധിക്കുകയാണ്, ഞങ്ങൾ ആരാധിക്കുന്നതിന് നിഷേധിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആരാധിക്കുന്ന അന്ന് കഅബയുടെ ഉള്ളിലൊക്കെ വെച്ച് ആരാധിച്ചിരുന്ന ലാത്തയും ഉസ്സയും അതാണ് ശരി, അതിനെ നിഷേധിക്കലിലൂടെ നബിതങ്ങൾക്ക് വഴിവിഴേട് സംഭവിച്ചിട്ടുണ്ട്, വഴിവിഴക്കൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം പറയുകയും ചെയ്തു, ആ നരകത്തിലേക്ക് എറിത്തെറിയപ്പെടുന്ന നിഷേധികൾ പറയാണ്, നാം പറയുകയും ചെയ്തു, മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ, അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല, ഇൻ അന്തും ഇല്ലാ ഫി ളലാലിൻ കബീർ, ഈ അള്ളാഹുവിൻ്റെ പേരും പറഞ്ഞു വരുന്ന നിങ്ങൾ വലിയ വഴികേടിലായിട്ടല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുഫാർ പറയുകയാണെങ്കിൽ അത് അന്നത്തെ അവർക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരോട് നിഷേധിച്ചുകൊണ്ട് പറയാണ് നിങ്ങൾ വഴികേടിലാണ് എന്നുള്ളത്. അല്ല മലക്കുകൾ പറയാണ് എന്നുള്ള ആദ്യത്തെ വ്യാഖ്യാനം വെക്കുകയാണെങ്കിൽ ഈ കാഫിര്യങ്ങളോട് പറയാണ് ആ പ്രവാചകന്മാരെ നിഷേധിക്കുന്നതിലൂടെ നിങ്ങൾ വലിയ വഴികേടിൽ ആയിട്ടുണ്ട് എന്നുള്ളത്. വഖാലു, പിന്നെ അവർ പറഞ്ഞു, നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന അവർ പറയും, ലൗ കുന്ന നസ്മഉ ഔ നഅഖിലു മാ കുന്ന ഫി അസ്ഹാബി സഈർ, ലൗ കുന്ന നമ്മളായിരുന്നെങ്കിൽ, ഞങ്ങളായിരുന്നെങ്കിൽ, നസ്മഉ കേൾക്കുന്നവരായിരുന്നെങ്കിൽ, ഔ നഅഖിലു ചിന്തിക്കുന്നവരായിരുന്നെങ്കിൽ, മാ കുന്ന ഫി അസ്ഹാബി സഈർ നരകവാസികളിൽ ഞങ്ങൾ പെടുമായിരുന്നില്ല എന്ന്. അപ്പോൾ ലൗ അങ്ങനെ ആയിരുന്നെങ്കിൽ, ലൗ കുന്ന നാം ആയിരുന്നെങ്കിൽ, നസ്മഉ കേൾക്കുന്നവരായിരുന്നെങ്കിൽ, ഐ സമാ തഫഹുമിൻ മനസ്സിലാകുന്നതിൻ്റെ കേൾക്കൽ, സമാ തഫഹുമിൻ, ഈ കേൾവി എന്ന് പറയുന്നത് പിന്നെ ഓരോന്നും മനസ്സിലേക്ക് സ്വീകരിക്കുന്ന രീതിയിലുള്ള കേൾക്കലുണ്ട്,
പിന്നെ കേൾക്കാൻ തയ്യാറാവാതെ തന്നെ, അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാവാതെ ഉള്ളിലേക്ക് കടത്തി വിടാതെയോ അതിനെ സ്വീകരിക്കാതെയോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ശ്രമിക്കാതെയും ഉണ്ട്. ലോ കുന്ന നസ്മഉ എന്നുള്ളിടത്തോടെ വ്യാഖ്യാനം ജലനിയോജന സമാ തഫഹുമിൻ, തഫഹുമറിനെ മനസ്സിലാക്കുക, മനസ്സിലാക്കുന്നവന്റെ കേൾവി ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഔ നാക്കിലു ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, അഖല തഫക്കുരിൻ ചിന്തിക്കുന്നവന്റെ ബുദ്ധിയോടുകൂടെ ചിന്തിച്ചിരുന്നെങ്കിൽ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് അവർക്ക് ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അവർ സ്വീകരിക്കാൻ തയ്യാറാകാതെ നിഷേധിക്കുകയാണ്. അന്ന് ഇന്നാണെന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ അതറിയുന്ന ആളുകൾ സത്യത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് ശരി എന്നുള്ളത്. ഇന്നത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്വതന്ത്ര ചിന്താഗതിക്കാരാണുള്ളത്. അള്ളാഹു തന്നെ ഇല്ല, ദൈവം തന്നെ ഇല്ല എന്നുള്ള ഓരോരുത്തരം വാദങ്ങളുമായിട്ട് വന്നിട്ട്, അപ്പോൾ അവർക്ക് അങ്ങനെയല്ല, ഇത്ര ആകാശഭൂമികളൊക്കെ ഒരു വ്യവസ്ഥാപിതമായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലോരോന്നും സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ഓരോന്നും ചലിക്കുകയൊക്കെ വ്യവസ്ഥാപിതമായിട്ട് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലിരുന്ന് ആരോ ഇത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഇതിൻ്റെ ബാക്കിലുള്ള ഇതിൻ്റെ സൃഷ്ടാവിന് എത്ര കണ്ട് ശക്തി വേണം, ആ സൃഷ്ടാവിന് എന്തെല്ലാം വിശേഷണങ്ങൾ വേണം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ദീനും പറയുന്നത് അനുസരിച്ചിരുന്നെങ്കിൽ, കേൾക്കുകയും അതനുസരിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആ സത്യത്തിലേക്ക് ഞങ്ങളും ഹിദായത്തിലേക്ക് എത്തുമായിരുന്നു. മാ കുന്ന ഫി അസ്ഹാബി സഈർ, സഈർ എന്ന നരകത്തിൻ്റെ വാസികൾ, അസ്ഹാബ് എന്ന് പറഞ്ഞാൽ അതിൽ നരകവാസികൾ, ആ നരകവാസികളിൽ ഞങ്ങൾ പെടുമായിരുന്നില്ല എന്നുള്ളത്. പലപ്പോഴും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേൾക്കലാണ്. നമ്മളുടെ ഇപ്പോൾ പ്രബോധനം നടത്തുന്ന സമയത്ത് ഒരാളോട് പരിശുദ്ധ ദീനിനെ പറഞ്ഞു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം അയാളിൽ നിന്നുണ്ടായത് അത് കേൾക്കാനുള്ള ഒരു മനസ്സാണ്. അസമബലിസ്തിമാർ, കേൾക്കലും ശ്രദ്ധിച്ച് കേൾക്കലും, അതാണ് ഹിദായത്തിലേക്ക് വരുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടം. കേട്ട് കഴിഞ്ഞാലാണ് പിന്നെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അത് ശരിയാണോ, ഏതളവിൽ ശരിയാണ്, എത്ര ശരിയാണ് എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൊടുക്കുക. അപ്പം ഇസ്തിമാ, അത് അനുസരണയോടുകൂടെ വഴിപ്പെടാവുന്ന ഒരു കേൾവി, അത് കേട്ട് അതിൽ ചിന്തിച്ച് മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ മാ കുന്നാഫി അസ്ഹാബി സഈർ, നരകവാസികൾ ഞങ്ങൾ പെടുമായിരുന്നില്ല എന്നുള്ളത്. ഫഅ്തറഫു ബിദംബിഹിം, അവരുടെ പാപം അവർ സമ്മതിച്ചു. എഴുത്തറഫ പറഞ്ഞാൽ കുറ്റസമ്മതം നടത്തുക എന്നുള്ളതിനാണ്. ഫഅ്തറഫു, അങ്ങനെ അവർ സമ്മതിച്ചു. ദംബ് ദുനൂബ്, പാപങ്ങൾ, കുറ്റങ്ങൾ. ഫഅ്തറഫു ബിദംബിഹിം, അവരുടെ പാപം അവർ സമ്മതിച്ചു. അതായത് പ്രവാചകർ വന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ പ്രവാചകരുടെ കാലശേഷം പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ആളുകൾ പ്രബോധനവുമായി നിന്ന സമയത്ത് അത് ഞങ്ങൾ നിരസിച്ച് കളഞ്ഞു, നിഷേധിച്ച് കളഞ്ഞു, അതെങ്ങാനും ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഒരിക്കലും നരകവാസികളുടെ കൂട്ടത്തിൽ പെടുമായിരുന്നില്ല എന്ന് അവർ സമ്മതിച്ചപ്പോൾ ഫഅ്തറഫു ബിദംബിഹിം, അവർ സമ്മതിച്ചു ബിദംബിഹിം, അവരുടെ പാപങ്ങളെ കൊണ്ട്. ഫസുഹ്കൻ ലി അസ്ഹാബി സഈർ, നരകവാസികൾക്ക് സുഹ്കൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും വിദൂരത്തായിരിക്കുന്നു, വിദൂരത എന്നുള്ളത്. ഫബുഅദൻ ലഹും, അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്തായിരിക്കുന്നു എന്ന്. ഫസുഹ്കൻ എന്ന് പറഞ്ഞാൽ അവിടെ വ്യാഖ്യാനം, ഫഅ്തറഫു എന്നുള്ളൊരു വ്യാഖ്യാനം ഹൈസു ലാ യൻഫഉൽ ഇഅ്തിറാഫ്. ഫഅ്തറഫു, അവർ സമ്മതിച്ചു. ഈ ഇഅ്തിറാഫ്, കുറ്റസമ്മതിക്കുക എന്നുള്ളത് ഉപകാരപ്പെടുന്ന സമയവും ഉപകാരപ്പെടാത്ത സമയമുണ്ട്. ഇവിടെ ഇപ്പോൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് അതിൻ്റെ കാവൽക്കാരായ മലക്കുകളോടാണ് ഞങ്ങൾ തെറ്റുപറ്റിപ്പോയി എന്ന് സമ്മതിക്കുന്നത്. ഹൈസു, ഒരു സമയം, ലാ യൻഫഉൽ ഇഅ്തിറാഫു, കുറ്റസമ്മതം കൊണ്ട് ഒരു ഉപകാരവുമില്ല. നഫ് ഇല്ല എന്നുള്ളത് ലാ യൻഫഉ, ഉപകാരമില്ല. ലാ യൻഫഉൽ ഇഅ്തിറാഫു, കുറ്റം സമ്മതിക്കൽ കൊണ്ട് ഒരു ഉപകാരവും ലഭിക്കുകയില്ല. ആ ഒരു സമയത്ത് ഫഅ്തറഫു, അവർ സമ്മതിച്ചു. എന്തുകൊണ്ട് സംഭവിച്ചു? ബിദംബിഹിം, അവരുടെ പാപം കൊണ്ട്. എന്താ അവരുടെ പാപം? ബഹുവ തക്ദീബുൻ നദ്രി, മുന്നറിയിപ്പുകാരെ കളവാക്കുക. മുന്നറിയിപ്പുമായി വന്നിരിക്കുന്ന തിരുദൂതരെയും അവർ ഏൽപ്പിച്ചു പോയ പരിശുദ്ധ ഖുർആനിനെയും അവർ പറഞ്ഞു പോയിരിക്കുന്ന പരിശുദ്ധ ഹദീസുകളെയും നിഷേധിക്കുന്നതിലൂടെ ആ റസൂലിനെയും നിഷേധിക്കൽ എന്നുള്ളത്, മുന്നറിയിപ്പുകാരെ നിഷേധിക്കൽ എന്നുള്ള പാപം അവർ ചെയ്തു. ഫഅ്തറഫു ബിദംബിഹിം വഹുവ തക്ദീബുൻ നദ്രി, മുന്നറിയിപ്പിനെ നിഷേധിക്കുക എന്നുള്ളത് അവർ ചെയ്തു എന്നവർ സമ്മതിച്ചു.
ഫസുഹക്കൻ അതുകൊണ്ട് വിദൂരത്തായിരിക്കുന്നു. ബിസുക്കൂനിൽ ഹാഇ വലമ്മിഹ രണ്ട് രീതിയിലും സുഹ്കൻ എന്നും സുഹുക്കൻ എന്ന ഹാഇന് സുക്കൂനായിട്ടും ലമ്മായിട്ടും ഖിറാഅത്ത് വന്നിട്ടുണ്ട്. ഫസുഹ്കൻ വിദൂരത്തായിരിക്കുന്നു അള്ളാഹുവിൻ്റെ റഹ്മത്തിനോട്. ലി അസ്ഹാബി സൈർ ആരാണ് വിദൂരത്തായിരിക്കുന്നത്? നരകവാസികൾ എന്നുള്ളത്, നരകത്തിൻ്റെ ആളുകൾ എന്നുള്ളത്. സാഹിബ് അസ്ഹാബ് അസ്ഹാബ് സൈർ സൈറിൻ്റെ ആളുകൾ, നരകത്തിൻ്റെ ആളുകൾ വിദൂരത്തായിരിക്കുന്നു അള്ളാഹുവിന്. അതിൻ്റെ അർത്ഥമാണ് ശേഷം കൊടുത്തിരിക്കുന്നത് ഫബുഅദൻ ലഹും അൻ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിന് തൊട്ട് അവർ വിദൂരത്തായിരിക്കുന്നു എന്ന്. ഈ പാപം പിന്നെ ദോഷമൊക്കെ നല്ല സമയത്ത് പാപം ചെയ്ത ഉടനെ തെറ്റുപറ്റി എന്നുള്ള തോപ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു തോബയെ സ്വീകരിക്കും. മഗ്ഫിറത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തു തരും. അതിനൊക്കെ ഒരു സമയം ഉണ്ട്. ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ തൗബയെ അള്ളാഹു സ്വീകരിക്കൂല, അള്ളാഹു മഗ്ഫിറത്ത് ചോദിച്ചാൽ തരൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെയും ജീവിതകാലത്ത് തന്നെ പിന്നെ തൗബയെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ ഹദീസിൽ മാ ലം യുഗർഗിർ എന്നാണ്. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ തൗബയെ സ്വീകരിക്കും. അതേസമയം റൂഹ് അതിങ്ങനെ പിടിച്ച് ശരീരത്തിൽ നിന്ന് പിടിച്ച് തൊണ്ടക്കുഴിയിലെത്തുന്ന ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹു തൗബയെ സ്വീകരിക്കില്ല. കാരണം അപ്പോഴേക്കാണ് അതുവരെ കാണാത്തത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു തിരിച്ചറിവ് വരും. അങ്ങനെ തിരിച്ചറിവ് കഴിഞ്ഞ് സമ്മതിക്കുമ്പോഴേക്കാണ് എന്ത് ചെയ്തിട്ടുണ്ടാകും? സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാകും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഖബറിലേക്ക് എത്തുന്ന സമയത്ത്, മാശറ ലോകത്തെത്തുന്ന സമയത്ത്, വിചാരണാവേളയിലൊക്കെ എല്ലാവർക്കും ഏതാണ് ശരി ഏതാണ് തെറ്റ്, അള്ളാഹു ആരാണ് എന്നുള്ളതൊക്കെ മനസ്സിലാകും. അപ്പോഴേക്കാണ് എൻ്റെ അടുത്ത് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, സമയം കഴിഞ്ഞു പോയി. ഫബുഅദൻ ലഹും അൻ റഹ്മത്തില്ലാ. അങ്ങനെ സമയം കഴിഞ്ഞിട്ട് പിന്നീട് ഖേദിക്കുമ്പോഴേക്കണൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തെ തൊട്ട് വിദൂരത്തായി പോയിരിക്കും എന്ന്. ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. ഇനി നേരെ ഇതിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്. സ്വർഗ ഖുർആന്റെ ശൈലി തന്നെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ നരകത്തെക്കുറിച്ച് പറയാറുണ്ട്. നരകത്തെക്കുറിച്ച്, നരകവാസികളെക്കുറിച്ച്, അതിൽ പോകുന്നവരെക്കുറിച്ച് പറഞ്ഞാൽ ഉടൻ സ്വർഗത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും പറയാറുണ്ട്. അങ്ങനെ ഒന്നിന് പിറകെ ഒന്ന് അല്ലെങ്കിൽ ഒന്നിനെ തുടർന്ന് ഒന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതിയുള്ളത്. അപ്പോൾ ഇതുവരെ വലില്ലദീന കഫറൂബി റബ്ബിഹിം എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനെ നിഷേധിച്ച ആളുകൾക്ക് നരകശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തുനിന്ന് ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ. ഖശിയത്ത് പറഞ്ഞ ഭയം. യഖ്ഷൗന റബ്ബഹും, റബ്ബിനെ ഭയപ്പെടുന്ന ആൾ. മറ്റേ വലില്ലദീന കഫറൂ ബി റബ്ബിഹിം, റബ്ബിനെ നിഷേധിക്കുന്നവർ തുടങ്ങിയത് 6-ാമത്തെ ആയത്ത്. 12-ാമത്തെ ആയത്ത് ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും, റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾ. അവിടെ അത് വ്യാഖ്യാനം കൊടുത്തു യഖാഫുനഹു, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ. ബിൽ ഗൈബി, അതായത് ഫി ഗൈബത്തിഹിം അൻ അയുരിന്നാസ്, ആളുകൾ കാണാത്ത സമയത്ത്, ആളുകളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന സമയത്ത്. ഗൈബ് പറഞ്ഞാൽ മറഞ്ഞു കിടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ആളുകളുടെ മുമ്പിൽ വെച്ച് പലരും തെറ്റ് ചെയ്യാൻ തയ്യാറാകില്ല, പക്ഷേ രഹസ്യമാകുന്ന സമയത്ത് പലതിനും ധൈര്യപ്പെടും. എന്നാൽ ആളുകളാരും കാണാതെ അവരും അള്ളാഹു മാത്രമാകുന്ന സ്വകാര്യ സമയങ്ങളിൽ പോലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ. യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബി, ആളുകളുടെ അസാന്നിധ്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ. ഫി ഗൈബത്തിഹിം അൻ അയുനിൻ നാസീന, അയ്യുൻ എന്ന് പറഞ്ഞ കണ്ണുകൾ, അന്നാസന ജനങ്ങൾ, ജനങ്ങളുടെ കണ്ണുകളെ തൊട്ട് അവർ മറഞ്ഞു കിടക്കുന്ന ആ ഗൈബത്തിൻ്റെ സമയത്ത്, മറയിലായിരിക്കുന്ന സമയത്ത് പോലും ഫയുത്തി ഊനഹു, അവരല്ലാഹുവിനെ വഴിപ്പെടുന്നുണ്ട്. സിർറൻ, രഹസ്യ സമയത്ത്. ഫയക്കൂനു അലാനിയത്തൻ, അവർ അലാനിയത്ത് പറഞ്ഞാൽ പരസ്യ സമയങ്ങളിലായി മാറും. ഔല, ഏറ്റവും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി മാറും. സിറിൽ തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട്, സ്വകാര്യതയിൽ തന്നെ മറ്റാരും അറിയാത്ത സന്ദർഭങ്ങളിലാണെങ്കിൽ പോലും അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട് എന്ന് ഭയം കാരണത്താൽ തെറ്റ് ചെയ്യാത്ത ആളുകൾ. ഫയക്കൂനു, അവരാകും അലാനിയത്തൻ, പരസ്യമായ സമയത്ത്, പിന്നെ സ്വകാര്യമല്ലാത്ത സമയങ്ങളിൽ ഔല, അള്ളാഹുവിനെ ഭയപ്പെടാൻ ഏറ്റവും ബന്ധപ്പെട്ടവരായി മാറും. അപ്പോൾ എല്ലാവരും സ്വകാര്യതയിൽ തെറ്റ് ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പരസ്യമായിട്ട് തെറ്റ് ചെയ്യുക എന്ന് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം ഗൈബിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബി, ഗൈബിലായിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് പാപമോചനമുണ്ട്. അജ്റുൻ കബീർ, വലിയ പ്രതിഫലമുണ്ട്. ലഹും മഗ്ഫിറത്തുൻ,
അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനമുണ്ട്. വ അജ്റുൻ കബീർ, വലിയ പ്രതിഫലമുണ്ട്. ഐ അൽ ജന്നത്തു, സ്വർഗമുണ്ട് എന്നുള്ളത്. അജ്റുൻ കബീർ എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലം എന്നുള്ളതിന് ജലാലിൻ്റെ വ്യാഖ്യാനം കൊടുത്തുള്ളത് അൽ ജന്ന, സ്വർഗം എന്ന് പറഞ്ഞത് തന്നെ നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സുഖ സൗകര്യങ്ങൾ അള്ളാഹു ഒരുക്കി തന്ന വലിയ പ്രതിഫലം അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന്. ഇവിടെ ഉള്ള ഒരു പോയിന്റ് പിന്നെ അല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബി, മറ്റുള്ളവർ കാണാതിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് എന്ന് പറയുന്നിടത്തുള്ളൊരു പോയിന്റ് വരുന്നത് രഹസ്യ സ്വഭാവത്തിലാകുന്ന സമയത്ത്, സ്വകാര്യതയിലാകുന്ന സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവർ പരസ്യമായിട്ട് എന്തായാലും അള്ളാഹുവിന് തെറ്റ് ചെയ്യൂല, അള്ളാഹുവിനെ ഭയപ്പെടുന്നതാണ് എന്നുള്ളത്. അപ്പം അങ്ങനെ സ്വകാര്യതയിലാകുമ്പോൾ പോലും അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, അവർക്ക് അള്ളാഹു വലിയ പ്രതിഫലമാണ് പറഞ്ഞത്. ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് പാപമോചനമുണ്ട്. വ അജ്റുൻ കബീർ, വലിയ പ്രതിഫലവും ഉണ്ട്. ഐ അൽ ജന്നത്തു, സ്വർഗമുണ്ട്. വ അസിറു ഖൗലക്കും അവിജ്ഹറു ബിഹി ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ. വ അസിറു ഖൗലക്കും അവിജ്ഹറു ബിഹി, നിങ്ങൾ രഹസ്യമായി പറഞ്ഞോളി ഏ ജനങ്ങളെ, അല്ലെങ്കിൽ അത് പരസ്യമായി പറഞ്ഞോളി. ഇന്നഹു അലീമു ബിദാത്തി സുദൂർ, ഇന്നഹു അല്ലാഹു തആല അലീമുൻ, അറിയുന്നവനാകുന്നു, ബിദാത്തി സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഒന്ന് എന്ന്. ഇത് പറയാനുള്ളൊരു സാഹചര്യം അവിടെ തഫ്സീറിലൂടെ കൊടുക്കുന്നുണ്ട്. വ അസിറു, നിങ്ങൾ രഹസ്യമായി ചെയ്യുക, അയ്യുഹന്നാസേ ജനങ്ങളെ, പറയുക. ഖൗലക്കും, നിങ്ങളുടെ വാക്കിനെ രഹസ്യമാക്കി വെക്കുക. അവിജഹറു, അല്ലെങ്കിൽ നിങ്ങൾ ജഹ്റന ഉറക്കെ പറയുക എന്നാണ്, പരസ്യമായി പറയുക. ബിഹി, ആ വാക്കുകളെ നിങ്ങൾ പരസ്യമായി പറയുക. എങ്ങനെ ചെയ്താലും ഇന്നഹു, തീർച്ചയായിട്ടും, ഇന്നഹു താല, അള്ളാഹു താല, അലീമുൻ, അറിയുന്നവനാകുന്നു, ബിദാത്തി സുദൂർ, സുദൂർ എന്ന് പറഞ്ഞ നെഞ്ചകം, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള നെഞ്ചകത്തിൻ്റെ ഉള്ളിലുള്ളത് അള്ളാഹു അറിയുന്നതാണ്. ബിമാ ഫീഹ, ആ ഹൃദയത്തിലുള്ളത് അള്ളാഹു അറിയും. ഫകൈഫ ബിമാ നത്തഖ്തും ബിഹി, പിന്നെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് തന്നെ, സുദൂറിൻ്റെ ഉള്ളിലുള്ളത് തന്നെ അള്ളാഹുവിനെ അറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫകൈഫ, അപ്പം എങ്ങനെയായിരിക്കും ബിമാ നത്തഖ്തും ബിഹി, നിങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ നാവ് കൊണ്ട് പുറത്ത് പറഞ്ഞോളണമെന്നില്ല. നാവ് കൊണ്ട് പുറത്ത് പറയുന്നതിനാണ് രഹസ്യമായിട്ട് പറയുന്നതും പരസ്യമായിട്ട് പറയുന്നതും പറഞ്ഞത്. അസിറു കൗലവും, നിങ്ങളുടെ വാക്കുകളെ രഹസ്യമായി പറയുക. ഔ വിജ്ഹറു, അല്ലെങ്കിൽ പരസ്യമായി പറയുക. ഇത് രണ്ട് രീതിയിൽ പറഞ്ഞാലും ഇന്നഹു അലീമു ബിദാത്തി സുദൂർ, നിങ്ങൾ പറഞ്ഞതും പറയാത്തതുമായ ഹൃദയത്തിനുള്ളത് മുഴുവൻ അറിയുന്നതാണ്. അലീമു ബിദാത്തി സുദൂർ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് അറിയുന്നത് എന്ന ആശയം. അപ്പോൾ നിങ്ങൾ നാവ് കൊണ്ട് പതുക്കെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് മുഴുവൻ അറിയുന്നുണ്ട്. ഹൃദയത്തിലുള്ളത് മുഴുവൻ പറഞ്ഞുകൊള്ളണമെന്നില്ല. നിങ്ങൾ പറഞ്ഞതും പറയാത്തതുമായ ഹൃദയത്തിലുള്ളത് മുഴുവൻ അള്ളാഹുവിനറിയാം. അപ്പോൾ ആ അള്ളാഹു അറിയരുതേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം രഹസ്യമായി പറയാം, അല്ലെങ്കിൽ അള്ളാഹു അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് പരസ്യമായി പറയാം. അങ്ങനെ ഒന്നില്ല. അള്ളാഹു എല്ലാം അറിയുന്നതാണ്. ഇതിൻ്റെ ബാക്കി കൂടി കേൾക്കുന്ന സമയത്ത് ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. സബബു നുസൂലി ദാലിക, ഇത് ഇറങ്ങാനുള്ള സാഹചര്യം. സബബു നുസൂൽ എന്ന് പറയുന്നുണ്ട്, ഇറങ്ങാനുള്ള കാരണം. സബബു നുസൂലി ദാലിക, ഇത് ഇറങ്ങാനുള്ള കാരണം അന്നൽ മുശ്രിക്കീങ്ങൾ കാല ബഅദുഹും ലി ബഅദ്, അവർ പരസ്പരം പറഞ്ഞു എന്നാ, അസിറു കൗലക്കും ലാ യസ്മഉക്കും ഇലാഹു മുഹമ്മദ്, നിങ്ങളത് സ്വകാര്യമായി പറഞ്ഞോളി. ചില കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് നിങ്ങളത് സ്വകാര്യമായി പറഞ്ഞോളി. ലാ യസ്മഉക്കും, നിങ്ങളെ കേൾക്കരുത്, ഇലാഹു മുഹമ്മദിൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇലാഹായ അള്ളാഹു കേൾക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ രഹസ്യമായിട്ട് പറഞ്ഞോളി എന്ന് മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആളുകൾ പരസ്പരം പറഞ്ഞു എന്നാണ്. അപ്പോൾ അള്ളാഹുവിന് മറുപടി പറഞ്ഞതാണ്, നിങ്ങൾ രഹസ്യമായി പറഞ്ഞാലും പരസ്യമായി പറഞ്ഞാലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ അറിയുന്നവനാണ് അള്ളാഹു. അള്ളാഹു അറിയുന്നതാണ്. അപ്പോഴാണ് അതിൻ്റെ അർത്ഥപൂർണ്ണമായിട്ട് ഈ ചില ആയത്തുകൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇത് ആ ആയത്ത് ഇറങ്ങാനുണ്ടായ സാഹചര്യം മനസ്സിലാക്കണം. ഇതോടെയാണ് അസിറു അയ്യുഹന്നാസേ, ജനങ്ങൾക്ക് രഹസ്യമായി പറഞ്ഞോളി കൗലക്കും, നിങ്ങളുടെ വാക്കുകൾ അവിജ്ഹറു, അതുകൊണ്ട് പരസ്യമാക്കി, അല്ലെങ്കിൽ നിങ്ങൾ പരസ്യമാക്കിക്കൊള്ളൂ. ഇന്നഹു അലീമുൻ, അള്ളാഹു അറിയുന്നവനാകുന്നു, ബിദാത്തി സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലുള്ളത് എന്നാണ്. ബിമാ ഫീഹ, അതിലുള്ളിലുള്ളത് അറിയും. ഫക്കൈഫ, അപ്പം എങ്ങനെയായിരിക്കും ബിമാ നത്തഖ്തും ബിഹി, നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറയാത്ത ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് വരെ അള്ളാഹുവിനെ അറിയുമെങ്കിൽ
ഫക്കൈഫ ബിമ നത്തത്തും ബിഹി, നിങ്ങൾ പറഞ്ഞ നത്തക്കാരണം ഉച്ചരിക്കുക എന്ന് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന്. അത് രഹസ്യമായി പറഞ്ഞാലും അള്ളാഹു അറിയും, പരസ്യമായി പറഞ്ഞാലും അള്ളാഹു അറിയും. അപ്പോൾ സബബു നുസൂലി ദാലിക്ക് ഇറങ്ങാനുള്ള അന്നൽ മുശ്രിക്കീന ഖാല ബഅ്ദുഹും ലിബഅദ്, മുശ്രിക്കീങ്ങൾ പരസ്പരം പറഞ്ഞു അസിറു ഖൗലക്കും, നിങ്ങളുടെ കൗല് നിങ്ങൾ രഹസ്യമാക്കി പറഞ്ഞോളി, ലാ യസ്മഉക്കും, നിങ്ങളെ കേൾക്കരുത്, ഇലാഹു മുഹമ്മദിൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇലാഹായിരിക്കുന്ന അള്ളാഹു കേൾക്കാതിരിക്കാൻ വേണ്ടി രഹസ്യമായി പറഞ്ഞോളി എന്ന് പറഞ്ഞു എന്നാണ്. വേറെ ചില ആളുകൾ ഇത് വിശദീകരിക്കുന്ന സമയത്ത് ചില ആളുകളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആക്ഷേപിച്ചു പറഞ്ഞു എന്ന്. ആക്ഷേപിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നബിയെ ആക്ഷേപിക്കുന്നത് നബി തങ്ങളുടെ ഇലാഹായ അള്ളാഹു കേൾക്കണ്ട, അതുകൊണ്ട് നിങ്ങൾ പതുക്കെ പറയുമെന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ കുറ്റം പറഞ്ഞത് അല്ലെങ്കിൽ ആക്ഷേപിച്ചതൊക്കെ നബി തങ്ങൾക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അള്ളാഹു ഇറക്കിയ ആയത്താണ്, നിങ്ങൾ രഹസ്യമായി പറഞ്ഞാലും പരസ്യമായി പറഞ്ഞാലും നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് മുഴുവൻ അറിയുന്നവനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന അള്ളാഹു എന്ന് പറഞ്ഞു കൊടുത്തു. ബാക്കി അടുത്ത ക്ലാസ്സിൽ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.